ലിജോട്ട് നമസ്കാരം. നമസ്കാരം. നമുക്ക് നേച്ചറിനെ കണക്ട് ചെയ്തിട്ട് എങ്ങനെ ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ ബിൽഡ് ചെയ്യാം? നമുക്കിപ്പോൾ ഇനീഷ്യലി വരുന്നത് എപ്പോഴും ഒരു പ്രോപ്പർട്ടി ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പ്രോപ്പർട്ടിയുടെ ഒരു എനർജി ലെവൽസ് ആയിരിക്കും നമ്മൾ ആദ്യം കാണാം. കാരണം അത് എത്രത്തോളം പോസിറ്റീവായിട്ട് അവിടെ താമസിക്കുന്നവരെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് ആദ്യം നമ്മൾ അറിയാൻ പറ്റും. പിന്നെ വരുന്നത് അവരുടെ റിക്വയർമെൻറ്റ്, എല്ലാവരുടെ വീടുകളാണെങ്കിൽ ഏത് സ്പേസസ് ആണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ലൈഫ് സ്റ്റൈലായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അതിനെ റിക്വയർമെൻറ്റ് എന്നാണ് പറയുക. ആ റിക്വയർമെൻറ്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ഈ സ്പേസ് പ്ലാനിങ് ആണ് ചെയ്യുക. ഓക്കെ. ഈ സ്പേസ് പ്ലാനിങ്ങിൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ എലമെൻസും അവർക്ക് ടച്ച് ചെയ്ത് പോകാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ എലമെൻസുമായിട്ട് കണക്ട് ചെയ്യാവുന്ന രീതിയിൽ ഏതൊക്കെ സ്പേസുകൾ എവിടെയൊക്കെയാണ് അറേഞ്ച് ചെയ്യുക, ഇവരുടെ റിക്വയർമെൻറ്റിൽ നമ്മളത് കണക്ട് ചെയ്യുകയാണ് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എർത്ത്, നമ്മളുടെ ബേസിക് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആയിരിക്കും എർത്ത് വരിക. ഇപ്പോൾ ക്ലേ പ്രൊഡക്ട്സുകൾ ഒരുപാടുണ്ട്. കാരണം അറിയാലോ, നമ്മളൊരു കൂജയിൽ വെള്ളം നിറച്ചിട്ട് കുടിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക തണുപ്പും സുഖം കിട്ടും. അതേപോലെ തന്നെയാണ് നമ്മൾ എർത്തുമായിട്ടുള്ള ഏത് പ്രൊഡക്റ്റിനും നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുപാട് മെത്തേഡുകളുണ്ട്. ബ്രിക്സ് ഉണ്ട്, ഹോളോ ബ്രിക്സുകളുണ്ട്, അല്ല റാംപ്ഡ് എർത്ത് ഉണ്ട്, ടെക്നോളജീസ് ഉണ്ട്, ട്രഡീഷണൽ മെത്തേഡ്സും ഉണ്ട്. അപ്പോൾ ഈ മെത്തേഡുകളിലൂടെയുള്ള ഒരു ബിൽഡിംഗ് സ്ട്രക്ചേഴ്സ് ആയിരിക്കും നമ്മൾ കൂടുതലും പ്ലാൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നാച്ചുറായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് അവിടെ കിട്ടും. അതിപ്പോൾ നമുക്ക് ഫ്ലോറിൽ ടൈൽസുകൾ അവൈലബിൾ ആണ്, നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. നാച്ചുറൽ സ്റ്റോൺസുകൾ നമുക്ക് ഫ്ലോറിൽ ചെയ്യാൻ പറ്റും. അത് ഡിപ്പെൻഡ്സ് അവർ എത്രത്തോളം ക്ലീനിങ് ചെയ്യാനുള്ള, മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഫ്ലോറിന് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് വരികയാണെങ്കിൽ നമ്മൾ വാട്ടർ ബോഡീസ്. ഇപ്പോൾ നമ്മളെപ്പോഴും ഒരു ടൈമിലായിരിക്കും വീട്ടിലേക്ക് എത്തുക, നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ ആയിരിക്കും. കാരണം ഒരു ദിവസത്തെ എനർജറ്റിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തുമ്പോൾ നമുക്കൊരു റീചാർജ് ചെയ്യണം. അപ്പോൾ ഈ സ്പേസിലൂടെ നമ്മൾ പോകുമ്പോഴാണ് നമുക്കൊരു റീചാർജിങ് ഉണ്ടാവേണ്ടത്. കാരണം നമ്മൾ എവിടെ നിന്നാണോ വരുന്നത്, നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ആ കണക്റ്റ് കിട്ടണം. വീട്ടിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എനർജറ്റിക് ആവണം. അപ്പോൾ നമുക്ക് ഈ വാട്ടർ ഫ്ലോസ്, ഇപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ കാലിൽ വെള്ളം നനച്ച് നമ്മൾ കയറുമ്പോൾ എന്താ വെച്ചാൽ ഓട്ടോമാറ്റിക്കലി എർത്തുമായിട്ട് ഒരു ട്രാൻസ്ഫറിങ് നടക്കുകയാണ്, എനർജി ട്രാൻസ്ഫറിങ് നടക്കുകയാണ്. അതുപോലെ തന്നെയുള്ള സിസ്റ്റംസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. കാലെല്ലാം നനഞ്ഞുകൊണ്ട് കയറി നമ്മൾ നാച്ചുറൽ സ്റ്റോൺസിൽ ചവിട്ടി നെക്സ്റ്റ് സ്റ്റേജിൽ നമുക്ക് ചെറിയ കാസ്കേഡ് ഫ്ലോ, പോണ്ട്, അതുപോലെ നമുക്ക് മനോഹരമായ ലൈറ്റിംഗ് എല്ലാം ചെയ്ത് നമ്മളൊരു വീട്ടിലേക്കൊരു എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് കുറേ കണക്ഷൻസ് ഫീൽ ചെയ്യും. നമ്മുടെ മൈൻഡ് കട്ടാവും, നമുക്കൊരു പോസിറ്റീവ് വൈബോട് പ്യൂരിഫൈ ചെയ്തിട്ട് കിടക്കുന്ന ആ ഒരു ഫീല് കിട്ടും. നമ്മുടെ മൈൻഡ് പെട്ടെന്ന് ട്രാൻസ്ഫോം ചെയ്യും വീട്ടിലേക്ക് കയറുമ്പോൾ. അങ്ങനെയായിരിക്കണം ഒരു വീട് ചെയ്യാനായിട്ട്. കാരണം വീട് നമ്മളെപ്പോഴും റെസ്റ്റ് ചെയ്യുന്നൊരു സ്പേസ് ആയിരിക്കും, നമ്മുടെ നല്ല ചിന്തകൾ ഉണർത്തുന്ന സ്പേസ് ആയിരിക്കും, നമ്മുടെ നല്ല ജനറേഷന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സ്പേസ്. നമ്മൾ വീടെന്ന് പറയുന്നത് ഒരു അമ്പലം പോലെയാണ്. അതെ, വീടൊരു ടെമ്പിൾ പോലെ തന്നെ നമ്മൾ അത്രയും ശുദ്ധിയോടെ തന്നെ കീപ്പ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ വീട്. നമ്മൾ അത്രയും അതിന് വാല്യൂ ഉണ്ട്. കാരണം ജനറേഷൻസ് ഉണ്ടാവുന്നതും ജനറേഷൻസിന് പകർന്നു കൊടുക്കേണ്ട അറിവുകളൊക്കെ കൊടുക്കേണ്ട സ്ഥലം വീട് തന്നെയാണ്. അപ്പോൾ നമ്മൾ മാറിയാലാണ് നമ്മുടെ തലമുറയ്ക്കും നല്ലത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഫ്ലോയിലായിരിക്കും പോവുക നമ്മൾ എർത്ത്. അതുപോലെ തന്നെ നമുക്ക് വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ചില ക്ലയൻസ് നമ്മൾ ഒരു വാട്ടർ കാസ്കേഡ്സ് പോലെ തന്നെ വാട്ടർ ഫോൾസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ചില നമുക്കിപ്പോൾ സ്വിമ്മിങ് പൂളുകൾ, ഓർഗാനിക് പൂളുകൾ ഇന്ന് ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകളുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് നാച്ചുറൽ കാസ്കേഡ് വാട്ടർഫോൾസ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈവനിങ് പോയി അതിലൊരു ബാത്ത് എടുക്കുമ്പോൾ ഒരു ഭയങ്കര ഫീലായിരിക്കും നമുക്ക്. അത് നമുക്ക് നാച്ചുറൽ റോക്കുകൾ വെച്ച് തന്നെ നമുക്ക് കണ്ടിട്ടുണ്ടാവും, വെള്ളച്ചാട്ടങ്ങൾക്കിടയിലുള്ള ഫേൺസ് ഒക്കെ വെച്ചിട്ട്. അതുപോലെ തന്നെ നമുക്ക് അതിനെ ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് പ്യൂരിഫൈ ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്കൊരു പെട്ടെന്ന് നമ്മൾ നാച്ചുറലിലേക്ക് അങ്ങോട്ട് കണക്റ്റ് ആവുകയാണ്. വാട്ടർ ബോഡി മാത്രമല്ല, വാട്ടർഫോൾസ്, വാട്ടർ കാസ്കേഡ്സ്, അതുപോലെ തന്നെ കുളങ്ങളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അത് പിന്നെ വരുന്നത് നമുക്ക് എയറാണ്. എയർ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ വീടുകൾ കൂടുതലും ആളുകൾ അടച്ചിട്ടിട്ടായിരിക്കും നമ്മൾ കണ്ടിട്ടുള്ള പല വീടുകളിലും. അപ്പോൾ അവിടെ ഒരു നാച്ചുറൽ എയർ ഫ്ലോ ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ വെന്റിലേഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. മുകളിൽ എപ്പോഴും ഒരു ഡെൻസിറ്റി ചേഞ്ചസ് വരുമ്പോൾ എയർ, തണുത്ത എയർ, ചൂടുള്ള എയർ മുകളിലേക്ക് പോകും, തണുത്ത എയർ താഴെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു പുറത്തേക്ക് പോകാനുള്ള ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഫ്ലോ ഉണ്ടാക്കണം. അതിനാണ് നമ്മൾ നാച്ചുറൽ വെന്റിലേഷൻ സിസ്റ്റംസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പുറമേ നമുക്ക് എപ്പോഴും ഒരു വിൻഡ് ഫ്ലോ, ചെറിയ ബ്രീസൊക്കെ ഉണ്ടാവും. ആ ചെറിയ ബ്രീസ് വന്നാലും റൂമിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇൻലെറ്റ് ചെയ്ത് കടത്തിയെങ്കിൽ മാത്രമാണ് ശരിക്കും എക്സോസ്റ്റ് സിസ്റ്റം വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ നാച്ചുറലി വെന്റിലേഷൻസ്, എയർ ഷാഫ്റ്റുകൾ കൊടുക്കാം.
ഇൻടേക്കും വളരെ ഇമ്പോർട്ടൻ്റ്. പലപ്പോഴും നമ്മൾ എക്സിറ്റ് ചെയ്യാൻ മാത്രമേ കാണുള്ളൂ, ഇൻടേക്ക് നമ്മൾ കാണാറില്ല. അപ്പോൾ ഇൻടേക്ക് വേണം പ്രോപ്പറായിട്ട്, അപ്പോഴാണ് എക്സിറ്റ് പോവുള്ളൂ. ഇനി നമുക്കിത് ടെക്നോളജിക്കലായിട്ട് നമുക്ക് എക്സോസ്റ്റ് സിസ്റ്റംസ് പ്രൊവൈഡ് ചെയ്തിട്ട് നമുക്ക് റൂമിലുള്ള എയറിനെ പുറത്തേക്ക് കളയുമ്പോൾ നാച്ചുറലി എയർ ഇൻടേക്ക് വരുന്ന രീതിയിലുള്ള നമുക്ക് ചെറിയ ചെറിയ ഡിസൈൻസുകൾ നമുക്ക് എല്ലാ റൂമിലും ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ നമുക്ക് എപ്പോഴും എയർ ടൈറ്റുള്ള വിൻഡോസുകളായിരിക്കും ഇപ്പോഴത്തെ ഡിസൈൻസിൽ വിൻഡോസ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സെയിം കണ്ടെയ്നറിലുള്ള എയർ തന്നെയായിരിക്കും ശ്വസിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അവിടെ നമ്മൾ കൃത്യമായിട്ട് പ്രോപ്പർ ഇൻടേക്സുകൾ കൊടുക്കുകയാണെങ്കിൽ, എയർ ഇൻടേക്ക് ചെയ്ത് പുറത്തേക്ക് പോകുന്ന ഒരു സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ വളരെ ഫ്രഷ് ആയിട്ട് എഴുന്നേക്കാൻ പറ്റും. എയർ സർക്കുലേഷൻ വീണ്ടും റൂമിൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറ്റും. തീർച്ചയായിട്ടും വേണം. പക്ഷെ നമ്മളിപ്പോൾ പല ഡിസൈൻസിലും പണ്ടൊക്കെ ബ്രീത്തിങ് വിൻഡോസ്, വലിയ വിൻഡോസുകൾ കൊടുക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഡസ്റ്റ് ക്യാച്ച് ചെയ്തിട്ട് അത് കുറച്ച് എപ്പോഴും നമ്മുടെ വീട് ശുദ്ധിയായിട്ടിരിക്കണം, ക്ലട്ടേഴ്സ് പാടില്ല. അപ്പോൾ വളരെ ഈസിലി മെയിൻറ്റെയിൻ ചെയ്യാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ രാത്രി കിടന്നുറങ്ങുമ്പോഴും നല്ല ഓക്സിജൻ ഫ്ലോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എണീക്കാൻ പറ്റും ഈസി ആയിട്ട്. നമുക്ക് അലാമൊന്നും വേണ്ട. അതൊരു നല്ലൊരു പ്രാക്ടീസിൻ്റെ ഭാഗമാണ്. കാരണം നേരത്തെ എണീക്കുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ മൈൻഡിന് പറ്റുന്ന നല്ല കാര്യങ്ങളാണ് അതല്ല. നേരത്തെ എണീക്കുക, നമ്മുടെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ അതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ വീട്ടിൽ നമുക്ക് സംഭവിക്കും. അതുപോലെ തന്നെ നമ്മളുടെ സൂര്യൻ്റെ വെളിച്ചം, ഇപ്പോൾ സൺലൈറ്റ്സ് നമുക്ക് ശരിക്കും രാവിലെ മിക്കപ്പോഴും അറിയാം നമ്മുടെ കിച്ചൺസ് എല്ലാം ഈസ്റ്റ് ഫേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ശരിക്കും അതൊരു നല്ല പ്രോസസ്സാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ നമുക്ക് സൂര്യൻ വെളിച്ചം ജസ്റ്റ് നമ്മുടെ സ്ലാബിലൊക്കെ നമുക്ക് കിട്ടുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു വിൻഡോ സിസ്റ്റംസ് ആയിരിക്കും നമ്മൾ ചെയ്യുക. അതേപോലെ തന്നെ ഈവനിങ് ടൈമിൽ നമുക്ക് നമ്മുടെ ബെഡ്റൂംസുകളിലേക്കൊക്കെ നമുക്ക് ലൈറ്റ് കിട്ടിയാൽ, കാരണം ഈസ്റ്റ് ഫേസ് എപ്പോഴും നമുക്ക് എല്ലാ റൂമുകളിലും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് ഈസ്റ്റും വെസ്റ്റും നമുക്ക് മാക്സിമം സൺലൈറ്റ്സുകൾ കിട്ടുന്ന രീതിയിലേക്ക് വിൻഡോസുകൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. ഇപ്പോൾ സൗത്ത് സൈഡിൽ കൂടുതൽ വിൻഡോസ് കൊടുക്കുമ്പോൾ നമുക്കൊരു കൃത്യമായിട്ടുള്ള ചെടികളോ ലാൻഡ്സ്കേപ്പോ ഇല്ലെങ്കിൽ ചൂട് കൂടുതൽ അകത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. സൂര്യ വെളിച്ചം നമുക്ക്, അതുപോലെ കോർട്ട്യാർഡ്സ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടും ചെടികൾക്ക് വെളിച്ചം കിട്ടാവുന്ന രീതിയിലുള്ള ഒരുപാട് മെത്തേഡുകളുണ്ട്. സൺ ടണൽസ് പോലെ അല്ലാതെയും ഒരുപാട് മെത്തേഡുകളുണ്ട്. അത് നമുക്ക് പ്രയോഗിക്കാൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ട് ഹെൽത്തി പ്ലാന്റ്സ് വീടിനകത്ത് ക്രിയേറ്റ് ചെയ്യണം. കാരണം വീടിനകത്തിരിക്കുന്ന പ്ലാന്റ്സ് ഹെൽത്തി അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളും ഹെൽത്തി അല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സിഗ്നൽ. അപ്പം അത് നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ സൺലൈറ്റും മെയിൻറ്റെയിൻ ചെയ്യും. നമുക്കിപ്പോൾ വീടിൻ്റെ അകത്തൊരു ലാൻഡ്സ്കേപ്പ് ബിൽഡ് ചെയ്യാൻ സാധിക്കുമല്ലേ? പറ്റും. ഇപ്പോൾ കോർട്ട്യാർഡുകളൊക്കെ ഇപ്പോൾ ട്രഡീഷണലി തന്നെ കോർട്ട്യാർഡ്സുകളുണ്ട്. കാരണം ഇപ്പോൾ മോഡേണിസത്തിൽ കോർട്ട്യാർഡുകളെല്ലാം നമുക്ക് ഡൈനിങ് സ്പേസിലും ലിവിങ് സ്പേസിലും ഒക്കെ ധാരാളം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് പ്രോപ്പർ വെന്റിലേഷനും സൺലൈറ്റ്സും ഉണ്ടെങ്കിൽ അത് സർവൈവ് ചെയ്യും. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഏറ്റവും നല്ലത് നമ്മൾ സൺറൈസും സൺസെറ്റും നമുക്ക് ശരീരത്തിൽ കിട്ടുന്നത് നല്ലതാണ്. അപ്പോൾ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വി ആർ ഡിസൈനിങ് റൂഫ് ടോപ്സ്. നമുക്ക് കൃത്യമായിട്ടുള്ള ടെക്നോളജിയിൽ നമുക്ക് റൂഫ് ടോപ്പ് ഗാർഡൻസ് ചെയ്യാം. നമുക്ക് ഇതുപോലെ തന്നെ ലോൺസ് സെറ്റ് ചെയ്യാൻ പറ്റും, നാച്ചുറൽ ഗ്രാസ് വെച്ചിട്ട്. ആർട്ടിഫിഷ്യൽ അല്ല, ആർട്ടിഫിഷ്യലിന് ഒരിക്കലും കണക്ഷൻ കിട്ടില്ല. അപ്പോൾ നമുക്ക് നാച്ചുറൽ ഗ്രാസ് വയ്ക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് പോയി, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മോഡേൺ ലൈഫ് ആണെങ്കിൽ തന്നെയും പലരും യോഗയും മെഡിറ്റേഷനും ഒക്കെ പ്രാക്ടീസ് ചെയ്യണം. കാരണം അതൊരു ആവശ്യം തന്നെയാണ്. കാരണം നമുക്ക് പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു പ്രോസസ്സുമാണ്. അപ്പോൾ അതെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് റൂഫ് ടോപ്പുകൾ ഉപയോഗിക്കാം. നമുക്ക് കൃത്യമായിട്ട് സ്കൈ കാണാൻ പറ്റും. അതെല്ലാം നമുക്കൊരു എപ്പോഴും ഒരു സൈലൻറ്റ് സ്പേസ് മനുഷ്യൻ്റെ വ്യക്തിവികാസത്തിന് ആവശ്യമാണ്. അപ്പോൾ എപ്പോഴും ഒരു സൈലൻറ്റ് സ്പേസ് നമുക്ക് ഓപ്പൺ ടെറസ് എല്ലാം വൃത്തിയായിട്ട് തന്നെ ലോണൊക്കെ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ സൺലൈറ്റും സൺസെറ്റും ഒക്കെ ചെറിയ രീതിയിലൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുന്നതും നല്ലതാണ്. നമുക്ക് ചെറിയ രീതിയിൽ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അത് അവരവരുടെ ഇഷ്ടപ്രകാരം നമുക്ക് ചെയ്യാം. നമുക്ക് ഈവൻ ഫ്രൂട്ട് പ്ലാന്റ്സുകൾ ചെയ്യാം, പച്ചക്കറികൾ ചെയ്യാം, ഫ്ലവർ പ്ലാന്റ്സ് ചെയ്യാം. കാരണം ഈ നല്ല സുഗന്ധമുള്ള ഫ്ലവേഴ്സ് ചെയ്യാം. അത് ഡിപ്പെൻസ് ആണ്. അത് അവരുടെ ഒരു വ്യക്തികൾക്ക് എന്തൊക്കെയാണോ ഇഷ്ടം അതിനനുസരിച്ചിട്ട് റൂഫ് ടോപ്പ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഡ്രസ്സ് ഇടുന്നതിൽ പകരം ഞങ്ങൾ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുക ഡിസൈൻസിൽ. അത് ഒരുപാട് ഗുണം ചെയ്യും നമുക്ക്. ലിജോട്ട്, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ ക്ലയൻസിനും അറിയില്ലായിരിക്കാം. അപ്പോൾ അവരെ തോട്ടിലേക്ക് ഇത് എങ്ങനെയാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്? എല്ലാ മനുഷ്യർക്കും എലമെൻസിനെ കുറിച്ച് അറിയാം. പക്ഷേ പലരും അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസും കാര്യങ്ങളും അവർ കൊടുക്കാൻ പറ്റാതെ പോകുന്നതായിരിക്കും. അപ്പോൾ ശരിക്കും ഒരു അവയർനെസ്സാണ് ഇത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു തോട്ട് പ്രോസസ്സ്, ഡിസൈൻ ചെയ്യുന്ന എലമെൻസുകൾ ഇങ്ങനെയാണ് നമ്മൾ ഞാൻ ആ തുടക്കത്തെ പറഞ്ഞല്ലോ, സ്പേസ് പ്ലാനിങ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ തോട്ടിൽ ആദ്യം ഇവരുമായിട്ട് കുറച്ച് സമയം ചിലവഴിക്കുക. ചിലപ്പോൾ യാത്രകളായിരിക്കാം,
ചിലപ്പോൾ അവരുമായിട്ട് കുറേ നമ്മൾ അടുക്കാനാണ് ശ്രമിക്കുക. കാരണം അവരിപ്പോൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത്, അവിടെ നിന്നൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും ആർക്കിടെക്ചറിൽ നിന്ന് കൊടുക്കാൻ പറ്റുക. അവരുമായിട്ട് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോഴും അതുപോലെ ചെറിയ യാത്രകളൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് അവർക്ക് എന്താണ് ഇപ്പോൾ ഈ പ്രകൃതിയിൽ അവരുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇവരുടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരിക, ഇവരുടെ മക്കൾ എങ്ങനെയാണ്, ഇവരുടെ വീട്ടിലുള്ളവരെല്ലാവരും എന്താണ് ചിന്തിച്ചിരിക്കുന്നത്, ഇപ്പോൾ ഒരു വീടിൻ്റെ സ്പേസിനെ കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ അവർക്ക് എന്തൊക്കെയാണ് അവിടെ വേണ്ടത്, എവിടെയൊക്കെയാണ് മാറ്റങ്ങൾ വേണ്ടത്, ഇതെല്ലാം നമ്മൾ ചിന്തിക്കുന്നതെല്ലാം കുറച്ച് ട്രാവൽ ചെയ്യുമ്പോഴും സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോഴാണ്. അതിൽ നിന്നാണ് തോട്ട് പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീടാണ് കോൺസെപ്ച്വൽ പ്രസൻറ്റേഷൻസും പ്ലാൻ ഡിസൈനും പ്ലാനിങ്ങും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്പേസ് പ്ലാനിങ് എല്ലാം അതിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുക. ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ വികാസം അനുസരിച്ച് ആളുടെ റൂമിൻ്റെ സ്പേസുകൾക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാ വ്യക്തികൾക്കും ഒരേ സ്പേസ് കംഫർട്ടബിൾ ആവില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പേസിൻ്റെ റൂം ഹൈറ്റ്, വിഡ്ത്ത് എല്ലാം അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. ശരിയാണ്. ചില ആൾക്കാർക്ക് ചെറിയ റൂമിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അൺകംഫർട്ടബിൾ ആണ്. കുറച്ചും കൂടി വലിയ സ്പേഷ്യസിൽ നിൽക്കാനായിരിക്കും അവർക്ക് താല്പര്യം. പൊതുവെ എല്ലാവരും എല്ലാ റൂമുകളും വലിയ സ്പേസിൽ ചെയ്യും. പക്ഷേ ചില കേസസിൽ അത് വേണ്ടി വരില്ല. കാരണം നമുക്ക് ഓരോ പർപ്പസ് ഉണ്ട്. ആ പർപ്പസിനനുസരിച്ച് റൂമുകൾ ചിലത് വലുതും ചിലത് ആവശ്യത്തിനുള്ളതും മാത്രം മതി. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരുന്നത് അവരുമായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴാണ്.